ഞാൻ ജീവിതത്തിൽ തകർന്നൊരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട പോയ ഒരവസ്ഥ, ആത്മഹത്യ ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ രാത്രി കിടന്നാൽ ഉറക്കം വരികയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന സമയത്ത് ആദ്യ ദിവസം ഒന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. രണ്ടാമത്തെ ദിവസം തൊട്ട് ഈ വചനങ്ങളെല്ലാം കേട്ട് മനസ്സിന് നല്ല ശാന്തിയായി. ഇന്നലെ കൊണ്ട് എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് കഴുകി വിശുദ്ധമായി. പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷാ ധ്യാനം. ഞാൻ ഒരു 2 മാസം മുമ്പാണ് ഇവിടെ വന്നത്. ഞാൻ വന്ന സമയത്ത് ആ സഹോദരി ഇരിക്കുന്ന ഒരു വടിയായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ വന്ന് ഞാൻ 4 ദിവസം വടിയൊക്കെ കൊണ്ട് സ്റ്റെപ്പ് കയറി ഒരു വരും മുടിയിലേക്ക് മുകളിൽ പോവില്ല. വന്നൊരു 4ാമത്തെ ദിവസം ഞാൻ വടി ഒഴിച്ച് താഴെ ഇറങ്ങി വന്നു. സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ തുടങ്ങി. പിന്നെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ഇല്ലായിരുന്നു. പ്രാർത്ഥിച്ചു. ഇതുപോലൊരു ദിവസം രാവിലെ എനിക്ക് ഫോൺ കോൾ വന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ജോലി ശരിയായി. അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ വ്യക്തിയാണ്. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ എനിക്കൊരു നല്ല അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ശരീരം മൊത്തം ശരീരം വിറയ്ക്കണം. ഭയങ്കര സന്തോഷം വന്ന് എനിക്ക്. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒക്കെ അങ്ങനെ പോണ പോലെ തോന്നി. യേശുവിനെ അങ്ങനെ മുറുകെ പിടിക്കുന്നതായിട്ടൊരു അനുഭവം എനിക്ക് സംഭവിച്ചു. അടുത്ത ധ്യാനം ഏപ്രിൽ 6 മുതൽ 12 വരെ. നല്ലൊരു ദൈവസാന്നിധ്യമാണ് അനുഭവപ്പെട്ടത്. ശരീരത്തിനൊക്കെ നല്ലൊരു ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ശരീരത്തിലേക്കുണ്ടായി. വളരെയധികം ദൈവസാന്നിധ്യം അനുഭവിക്കാനുള്ള കൃപ കിട്ടി. എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ വിട്ടുപോകുന്നത് പോലെ എനിക്കും ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ശരീരത്തിൻ്റെ ഭാരം വളരെയധികം കുറഞ്ഞതുപോലെ തോന്നുന്നു. ഭയവും ഒരു ഭാരമായിട്ടാണ് ഇവിടെ വന്നത്. ആ ഭാരം എൻ്റെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോയി. പ്രത്യാശ വന്നു. ഞാനിപ്പോൾ സമാധാനത്തിലാണ്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം കൊതിക്കുന്ന യഥാർത്ഥത്തിൽ സ്നേഹമാണ്, കാപ്പട്യമില്ലാത്ത സ്നേഹം. ഈ ലോകത്ത് സ്നേഹം കിട്ടുന്നതൊക്കെ നിറയെ കാപ്പട്യങ്ങളാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്, നിഷ്കളങ്കമായി കരുതുന്ന ഒരപ്പനുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. മോനെ മോളെ, നിന്നോടാ ദൈവം പറയുന്നത്. കാരണം നീ എന്നിൽ നിന്ന് പുറപ്പെട്ടതാ. ഈ സ്നേഹം വരുമ്പോ ഉണ്ടല്ലോ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അങ്ങ് മാറാൻ തുടങ്ങും. ഈ അവസരം നഷ്ടമാക്കരുത്.